അവിടെ ഡൽഹി റെഡ് ഫോർട്ടിന്റെ മുമ്പിൽ വന്നപ്പോഴൊരു കാഴ്ച കണ്ടേ മൊത്തം. പിന്നെ അവിടെ വെറുതെ ഇട്ടേക്കണ്. അയ്യോ, നടക്കണ വഴിയിൽ പുല്ല് കൊണ്ടിട്ടാക്കണ പോലെ കഞ്ചാവ് കൊണ്ടിട്ട് ചാക്കിൽ അവിടെ ഇവിടെ കേട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രമല്ല അവിടുത്തെ കടയിൽ വരെ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയല്ലേ. അവിടെ നടന്ന ഒരു കടയിൽ കയറി ക്യാമറയ്ക്ക് ഒരു കാര്യം വാങ്ങിച്ചെടുത്തുണ്ട്. 128 ഒരു അസ്റ്റ് കാർഡ്. ഇതിന്റെയൊക്കെ പേയ്മെന്റ് ചെയ്ത് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ടാണ്. ഇവിടെ എത്തിപ്പോഴാണെങ്കിൽ എല്ലാവരും ക്യൂല് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ ഓൺലൈനിൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറിപ്പോഴാണ് ഈ കടയിൽ നല്ലൊരു കോംബോ ഓഫർ ഉണ്ട്. 110 രൂപയ്ക്ക് 2 നല്ല ക്ലാസിക് ബർഗറും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രിങ്കിൽ ഞാൻ ഫാൻ്റെ അവൻ ലിമിക്കാണ് പറഞ്ഞത്. സംഭവം ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരു നേരത്തെ വിശപ്പ് മാറിയിട്ടു. അങ്ങനെ ഇപ്പൊ അതും കഴിഞ്ഞ് അപ്പുറത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് അപ്പൊ തന്നെ ഊബർ വിളിച്ച് ഞങ്ങൾ പോകുന്നത് റൂമിക്കാണ്. ഇവിടെ ഞാൻ 8 മണിക്ക് ചെക്കൗട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയതാണ് 10 മണിക്ക്. ഓണറെ കൈയും കാലം വിളിച്ച് 10 മിനിറ്റ് ചോദിച്ചിട്ടാണ് ഇപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 11 മണിയായപ്പോഴാണ് ഞങ്ങൾ റിസപ്ഷനിലേക്ക് എത്തി. ഇത്ര നേരം എക്സ്ട്രാ 300 അടച്ചിട്ട് പോക്കെന്ന് പറഞ്ഞിട്ട് അവര്. പിന്നെ ഈ കാണുന്ന ചങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വലയിലാക്കിയോണ്ട് ആള് പിന്നെ പറഞ്ഞോട്ടോ പൈസ ഒന്നും വേണ്ട. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ഷിംലയ്ക്ക് പോകണം എന്ന് പറഞ്ഞ കാരണം ആളാരെയൊക്കെ വിളിച്ചിട്ട് പൈസ കുറവിന് ഷിംലയിൽ റൂം സെറ്റ് ആക്കാൻ നോക്കാം. അവസാനം ആളുടെ നമ്പർ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകും. ഡൽഹിയിൽ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ആദ്യം അപ്പോഴേക്കും ഓട്ടോഷാർ വന്ന് റാഞ്ചിട്ട് പോകും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടി ഞങ്ങൾ നേരെ കാശ്മീർ കയറ്റി വിട്ടു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ റൂട്ടിക്കുള്ള ബസ് കിട്ടും. ഇവിടെ എത്തിപ്പോഴാണ് 12 മണി കഴിഞ്ഞ ഷിംലയ്ക്കുള്ള ബസ്സിലാണ്. പിന്നെ നോക്കിയില്ല ചണ്ഡീഗർക്ക് 2 ടിക്കറ്റ് എടുത്ത് നേരെ ബസ് കയറി. ഡൽഹി ടു ചണ്ഡീഗർ ഒരാൾക്ക് 320 രൂപ ആയിട്ടായിരുന്നു. ഇഷ്ടംപോലെ AC ബസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തെരഞ്ഞെടുത്ത HRTC ആട്ടാ. അപ്പൊ ഓക്കെ ബൈ.